നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും മോശ ചൂണ്ടിക്കാണിച്ച മശിഹ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17 മുതൽ 23 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെപ്പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിൻ്റെ സമൂഹത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകൻ മുഖാന്തരം അരുൾ ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ. യഹൂദന്മാർക്ക് മോശയോട് ഭയങ്കര പ്രതിപത്തിയായിരുന്നു. പിതാവായ ദൈവം മോശയോട് സംസാരിച്ചു. ദൈവം കല്ലിൽ എഴുതി കൊടുത്ത കൽപ്പനകൾ മോശയാണ് സീനായ് മലയിൽ നിന്ന് ഞങ്ങൾ കൊണ്ടു തന്നത്. മോശയാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും തന്നത്. അതുകൊണ്ട് ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ എന്ന് പറയുവാൻ സകല യഹൂദന്മാർക്കും ഭയങ്കര അഭിമാനവും താല്പര്യവും ആയിരുന്നു. പക്ഷെ ഇവിടെ യേശു പറയുകയാണ്, നിങ്ങളിതുവരെ അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിക്കുകയാണ്. മോശ എന്താണ് ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ പറഞ്ഞത്? കർത്താവ് എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. എന്നെപ്പോലൊരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം, മോശ വെള്ളത്തിൽ, നീല നദിയിൽ ഒരു തൊട്ടിലല്ലേ കിടന്നത്, ഒരു ഞാങ്ങണ പെട്ടകത്തിൽ അതിൽ പുല്ലുമൊക്കെ വിരിച്ച് അല്ലേ, അല്ലെങ്കിൽ പഴന്തുണിയൊക്കെ ചുറ്റി. അങ്ങനെയല്ലേ യേശുവും കിടന്നത്? ബേത്ലഹേമിൽ ഒരു കാലിത്തൊഴുത്തിൽ, അതിൻ്റെ പുൽത്തൊട്ടിയിൽ. ശരിയല്ലേ? ആ മോശ ഇസ്രയേലിന്റെ നന്മയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. സഹോദരന്മാരുടെ അടുക്ക വന്നു. പക്ഷെ അവർ അവനെ ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവാക്കിയത് ആരെന്ന് ചോദിച്ചു. മോശ മിദ്യാനിലേക്ക് ഓടുകയാണ് 40 വർഷം. യേശു യഹൂദന്മാരുടെ നന്മയ്ക്ക് വേണ്ടി, അല്ലെ മനുഷ്യവർഗത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു. പക്ഷേ അവർ അവനെ തള്ളിക്കളഞ്ഞു, ഉന്തിക്കളഞ്ഞു. ഞങ്ങളുടെ അതിർവിട്ടു പോകണം എന്ന് ഗദരദേശക്കാർ പറഞ്ഞു, ശമരിക്കാർ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, യെരുശലേംകാർ പറഞ്ഞു വിട്ടുപോവുക. ശരിയല്ലേ? പ്രിയപ്പെട്ടവരെ, ആകാശത്തിൽ പറവയ്ക്ക് കൂടുണ്ട്, കുറുനരിക്ക് കുഴിയുണ്ട്, മനുഷ്യപുത്രമോ തലചായ്ക്കാൻ ഇടമില്ല എന്നാണല്ലേ യേശു പറഞ്ഞത്. അവസാനം യേശു ക്രിസ്തുവിനെ അസൂയ കൊണ്ട് മഹാപുരോഹിതന്മാർ എന്ന് പറഞ്ഞ യേശുവിൻ്റെ പിന്നാലെ ജനം ഒഴുകുന്നു. അതിൽ അസൂയ പൂണ്ട ആളുകൾ പിലാത്തോസിനെ ഏൽപ്പിച്ചു. പിലാത്തോസ് തിരിച്ചും മറിച്ചും വിസർജിച്ചിട്ട് പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല, ഞാൻ വിട്ടയക്കുവനെ. അവർ സമ്മതിച്ചില്ല. നീ അവനെ കുരിശിക്കണം, മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ല, കുരിശിക്കണം, അല്ലെങ്കിൽ നീ കൈസറുടെ സ്നേഹിതനല്ല. അങ്ങനെ പീലാത്തോസിനെ ഭ്രാന്ത് പിടിപ്പിച്ചാണ് കുരിശിക്കാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. മോശ സഹോദരന്മാരാൽ തള്ളപ്പെട്ടവനെങ്കിലും സഹോദരന്മാരുടെ മധ്യേ അവൻ നേതാവായി. ഫറവോൻ അവൻ ദൈവമായി. അവനാണ് ഇസ്രായേലിനെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ കൊണ്ടുവന്ന് സീനായ് മലയിൽ പോയി കൽപ്പനയൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് വാങ്ങി അവർക്ക് കൊടുത്ത് അവരെ ആരാധനക്കാരാക്കി മാറ്റിയത്. അതുപോലെ നമ്മുടെ കർത്താവ് തള്ളപ്പെട്ടവനെങ്കിലും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അദർശനായി ജീവിക്കുന്നു. എന്നെപ്പോലെ പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരും. അവൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കണം എന്നാണ് മോശ
പറഞ്ഞിരുന്നത്. പക്ഷേ നിങ്ങളുടെ പിതാക്കന്മാർ അവനെ മനസ്സിലാക്കിയില്ല, അവനെ കുരിശിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ മാനസാന്തരപ്പെട്ട് തിരിയാം എങ്കിൽ കർത്താവിൻ്റെ സമൂഹത്തിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും ക്രിസ്തുവിൻ്റെ വീണ്ടും വരവെങ്കിൽ നിങ്ങൾക്ക് അവനോട് ചേരുവാൻ സാധിക്കുകയും ചെയ്യും. അതാണ് പത്രോസ് പ്രസംഗിച്ച് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വേദപുസ്തകത്തിലെ ഉൽപ്പത്തി മുതൽ മോശയുടെ പുസ്തകങ്ങൾ മുതൽ വേദപുസ്തകത്തിലെ സകല പ്രവാചക പുസ്തകങ്ങളിലും എഴുതപ്പെട്ടതനുസരിച്ച് ജനിച്ച് ജീവിച്ച് മരിച്ചുയർത്ത് ജീവിക്കുന്നവനാണ്, വീണ്ടും വരാൻ പോകുന്നവനാണ്. ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും രക്ഷിക്കപ്പെടാൻ കഴിയും. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ട് യേശുവിൻ്റെ ശിഷ്യരാകുവാൻ ഇവരെയും ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.